ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ 4ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. 4ാമത്തെ ചാപ്റ്ററാണ് പക്ഷികളുടെ കൗതുക ലോകം. ഒരു കുഞ്ഞു ചാപ്റ്ററാണ്, ആകെ 2-3 ക്വസ്റ്റ്യനൊക്കെ ഉള്ളൂ. ഇവിടെ കൂടുണ്ടാക്കാത്തവരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, കുയിൽ സ്വന്തമായി കൂടുണ്ടാക്കില്ല, കാക്കേരി അങ്ങനെ കൂട്ടിൽ മുട്ടട്ടിട്ടാണ് കുയിൽ വിരിയിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അറിയാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു മഞ്ഞക്കിളിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. മഞ്ഞക്കിളി ഒരു ദേശാടനക്കിളിക്ക് ഉദാഹരണമാണ്. മഞ്ഞക്കിളി കാലവർഷം തുടങ്ങുന്നതിന് മുൻപ് തിരികെ പോകുന്ന പക്ഷി മഞ്ഞക്കിളി. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഇതിൽ കാര്യമായിട്ടുള്ളൂ ഈ ബോക്സിൽ കൊടുത്തുള്ളത്. അങ്ങാടി കുരുവികൾക്ക് വനം വകുപ്പ് കൂടൊരുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. വനം വകുപ്പ് വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടി കുരുവികൾക്കായി കുരുവിക്കൊരു കൂട് പദ്ധതി ആരംഭിച്ചു. അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടി കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി കുരുവിക്കൊരു കൂട് പദ്ധതി. പിന്നെ അതുപോലെ കൂടടച്ചു വെച്ചിട്ട് അടയിരിക്കുന്ന ഒരു പക്ഷിയുണ്ട്. അതാരെന്നറിയോ? കൂടടച്ചു വെച്ചിട്ട് അടയിരിക്കുന്നത് മലമുഴക്കി വേഴാമ്പൽ. അത് നമ്മൾ സംരക്ഷിക്കണ ഒരു പക്ഷിയാണ്. സംരക്ഷിത മൃഗം എന്ന സെക്ഷനിലുള്ളതാണ്. അത് കൂടടച്ചു വെച്ചിട്ടാണ് അടയിരിക്കുക. അതുപോലെ ഏറ്റവും വലിയ പക്ഷിക്കൂട് ദക്ഷിണാഫ്രിക്കയിലെ വീവർ പക്ഷിക്കൂട്. പിന്നെ അതുപോലെ ദേശാടന കിളികളിൽ ഏറ്റവും പ്രശസ്തൻ ആർട്ടിക് ടേൺ എന്നുള്ള പക്ഷിയാണ് ഏറ്റവും പ്രശസ്തനായ ദേശാടന പക്ഷി. നമ്മുടെ നാട്ടിലാണെങ്കിലോ നാഗമോഹൻ, വാൽക്കുലുക്കി പക്ഷി, പിന്നെ മഞ്ഞൻ പുള്ള്, അങ്ങനെ കുറേ പക്ഷികളൊക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മഞ്ഞക്കിളി, ഇതൊക്കെ ദേശാടന പക്ഷികളായിട്ട് വരും. ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയാനായിട്ട്. കാര്യമായിട്ടൊന്നുമില്ല. ഇനി ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. താഴെ പറയുന്നതിൽ കൂടുതൽ ശരിയായ പ്രസ്താവന ഏത്? ഒരു പക്ഷിയുടെ വിരലുകൾ തമ്മിൽ ചർമ്മത്താൽ ബന്ധിക്കപ്പെട്ട് കാണപ്പെടുന്നു എങ്കിൽ ആ പക്ഷി. വിരലുകൾ ചർമ്മത്താൽ ബന്ധപ്പെട്ടിട്ടുള്ളത് നമുക്ക് ഒരാളിനെ അറിയാൻ പറ്റാ, താറാവ്. അപ്പോൾ അത് ഈ പ്രസ്താവന ശരിയാണെന്ന് നോക്കാം. ഉയരത്തിൽ പറന്ന് സഞ്ചരിക്കാൻ കഴിയുന്നതായിരിക്കും, വെള്ളത്തിൽ തുഴഞ്ഞ് സഞ്ചരിക്കുന്നതായിരിക്കും, ഇരയെ റാഞ്ചിയെടുക്കുന്നതായിരിക്കും, പറക്കുവാൻ കഴിയാത്ത പക്ഷിയായിരിക്കും. അപ്പോൾ അത് ചർമ്മത്തിൽ ബന്ധപ്പെട്ടുള്ള കാരണം അതിന് വെള്ളത്തിൽ തുഴഞ്ഞ് സഞ്ചരിക്കാൻ നല്ല എളുപ്പമാണ്. അടുത്തത്, കൂട്ടത്തിൽപ്പെടാത്തത് ഏത്, എന്തുകൊണ്ട്? കൂട്ടത്തിൽപ്പെടാത്തത് പൊന്മാൻ, കൊക്ക്, നീർക്കാക്ക, കുരുവി. ഇതിലേതാവും? പൊന്മാൻ വെള്ളവുമായി ബന്ധപ്പെട്ടതാണ്, കൊക്ക് മീൻ പിടിക്കാൻ വെള്ളവുമായി ബന്ധപ്പെട്ടാണ്, നീർക്കാക്ക വെള്ളവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആരാണ് കൂട്ടത്തിൽപ്പെടാത്തത്? കുരുവി. അപ്പോൾ ഇത്രയാണല്ലോ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്. അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.